പൊന്തിയും കാടൊക്കെ പിടിച്ചിട്ടുള്ള നല്ലോണം പുല്ല് മുളച്ചായിരുന്നു കേട്ടോ. നനയ്ക്കിയ കാരണം അരുവ് കൂടെയൊക്കെ പച്ചപ്പുല്ല് വല്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പുല്ല് മുളച്ച് കിടക്കണ കാണുമ്പോൾ തീരെ ഇഷ്ടമല്ല. അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരം നമ്മൾ തന്നെ വൃത്തിയാക്കണ്ടേ. അപ്പം ഞാനിവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരത്തെ പണി ഇതാണ്. ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീട് വെക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏകദേശം നമ്മൾ താമസമായിട്ടില്ലെങ്കിലും ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കണം. അപ്പം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് എനിക്ക് ഭയങ്കര ഇടങ്ങാറാട്ടോ. നമ്മുടെ വീട് വെക്കുന്ന ഭാഗത്തൊക്കെ പൊന്തയും കാടൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ ഭയങ്കര വിഷമം. നമ്മൾ ആഗ്രഹിച്ച് കയറ്റുന്ന ഒരു വീടല്ലേ. അപ്പോൾ അതിൻ്റെ പരിസരമൊക്കെ വൃത്തിയാവുന്നുണ്ട്. അപ്പം ഇതുപോലെ കടന്നിരുന്ന സ്ഥലമാണ് ഞാൻ ആ മുൻഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളത്. ഇനി ഈ ഭാഗം കൂടി വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ഈ കല്ലൊക്കെ മാറ്റി ഈ അരുവിക്ക് വെച്ചിട്ട് ഇവിടെയൊക്കെ പുല്ലൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം. നമുക്ക് ഈ പരിസരത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി വരണം എന്നറിയില്ലേ, അതുപോലെ തോന്നണം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പം ഞാനിവിടെയൊക്കെ ഈ ഭാഗം കൂടിയും വൃത്തിയാക്കിയിട്ട് ഇന്ന് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനത് ബാക്കി നാളെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്ന് നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യട്ടെ. അവിടെ ദേശഭാഗം കൂടി വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ഈ ഒരു തെങ്ങിൻ്റെ ഈ ഭാഗം കൂടി ഈ പട്ടട അതൊക്കെ ഉള്ളിക്കിട്ടിട്ട് ഫുള്ളൊന്ന് വൃത്തിയാക്കി ഇവിടെയൊക്കെ വൃത്തിയാക്കാണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് അരുവിക്ക് മാറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആകെ കുഴങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ വീഡിയോയിൽ വരാത്തത് എന്ന് പറയാൻ പറ്റുമോ എന്നാവോ.